എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പപ്പായയെക്കുറിച്ചാണ്. എന്താണ് പപ്പായയുടെ ഔഷധ മൂല്യങ്ങൾ എന്ന് നമ്മൾക്ക് ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പപ്പായ. പപ്പായ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. പപ്പായയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാത്തത്. പപ്പായ ഇല്ലാത്തവർ നമ്മുടെ വീട്ടിൽ പപ്പായ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ സീസണിലും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫലമാണ് പപ്പായ. ധാതുക്കൾ, വൈറ്റമിനുകൾ, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പപ്പായ. ത്വക്കിൻ്റെ സംരക്ഷണത്തിനും മുഖ സൗന്ദര്യത്തിനും പപ്പായ വളരെ നല്ലതാണ്. നമ്മൾക്ക് സുലഭമായി ലഭിക്കുന്നതിനാൽ നമ്മൾ വേണ്ട പരിഗണന ഇതിനൊന്നും കൊടുത്തിട്ടില്ല. പപ്പായ കഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക തന്നെ വേണം നമ്മൾ. പപ്പായയുടെ ഇല, കുരു, വേര് എന്നിവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്ക് ഇത് കുറയുവാൻ വളരെ നല്ലതാണ് പപ്പായ. പപ്പായയുടെ ഇല വെന്ത വെള്ളം കുടിക്കുക, ഇല കറി വെച്ച് കഴിക്കുക എന്നിവ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. വിറ്റാമിനുകളും ധാരുകളും ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇന്റേണൽ പാർട്സിനെ ക്ലിയർ ചെയ്യുവാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. ത്വക്ക് രോഗങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ പപ്പായയ്ക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പോളിസാക്കറൈഡുകൾ, എൻസൈമുകൾ, പ്രോട്ടീനുകൾ, ധാതു ലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പപ്പായ. പപ്പായയിൽ ഉള്ള കരോട്ടീൻ, ബീറ്റാ കരോട്ടീൻ എന്നിവ ക്യാൻസറിനെ ചെറുക്കുന്നുണ്ട്. പോഷകാംശം വളരെ ഉണ്ടെങ്കിലും നമ്മുടെ പപ്പായയിൽ കലോറി കുറവാണ്. പപ്പായയുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഇവ ചർമ്മത്തിന്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ചുളിവുകൾ അകറ്റുകയും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തി തരുകയും ചെയ്യുന്നുണ്ട്. പപ്പായയുടെ ഇലയിൽ കാൽസ്യം, അയൺ, മഗ്നീഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പെപ്റ്റിക് അൾസർ ഉള്ളവർ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ല ഫലം ലഭിക്കുന്നതാണ്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയ്ക്ക് പപ്പായ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലുള്ള ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ വയറ്റിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ നമുക്ക് വളരെ സഹായിക്കുന്നതാണ്. ക്രമം തെറ്റി വരുന്ന ആർത്തവം ക്രമമാക്കാൻ പപ്പായയുടെ ഇല അതിൻ്റെ സത്തെടുത്ത് കുടിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പപ്പായയുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുകയും ദിവസവും പപ്പായ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾക്ക് പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ പറ്റുന്നതായിരിക്കും. Bhadra Meera, the wisdom of Ayurveda. Traditional experience since 1937.